ശ്രീ കോന്നി ഗോപകുമാർ, പാകിസ്ഥാൻ ഒരു വലിയ പ്രഹരമേൽക്കാൻ പോവുകയാണ്. കാരണം ഇന്ത്യ അഫ്ഗാനുമായി കൈ കൊടുത്തിരിക്കുകയാണ്. ഈ താലിബാൻ്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് പാകിസ്ഥാൻ ഒരു പക്ഷേ പ്രഹരമായിരിക്കാം, ഇന്ത്യക്ക് അതൊരു ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമാണോ? അത് ഇന്ത്യക്ക് അതൊരു നേട്ടമാണെന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നജിബുള്ളയുടെ ഗവൺമെൻറ്, നജിബുള്ളയെ ഭീകരന്മാർ ക്രൂരമായി വധിച്ച ആളാണല്ലോ അഫ്ഗാനിസ്ഥാനിലെ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു. നന്നായിട്ട് ആ രാജ്യത്തെ കൊണ്ടുപോയ ആളുമാണ്. അന്ന് എഴുതാനും വായിക്കാനും പള്ളിക്കുടിപ്പാനും ഒക്കെ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രാകൃതന്മാർ അധികാരം ഏറ്റെടുത്തത്. അതോടുകൂടി ആ രാജ്യത്തിൻ്റെ ഇടപാട് തീർന്നെങ്കിലും ഏഷ്യയിലെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ഥലം ആണ് ഈ അഫ്ഗാനിസ്ഥാൻ. അതുകൊണ്ടാണ് പണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അവർക്കൊരു അഫ്ഗാൻ പോളിസി ഉണ്ടായിരുന്നു. അഫ്ഗാൻ പോളിസി കാരണം അഫ്ഗാനിസ്ഥാൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. അപ്പോൾ ഏഷ്യയെ നിയന്ത്രിക്കുന്നതിന് അഫ്ഗാനിസ്ഥാൻ്റെ സഹായം അനിവാര്യമാണ്. അപ്പോൾ അവിടെ നജിബുള്ളയുടെ ഗവൺമെൻറ് തകർന്നു വീണു. നജിബുള്ള വളരെ ക്രൂരമായി വധിക്കപ്പെട്ടു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ മിലിറ്ററി ബേസായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറി. ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ പട്ടാളക്കാരെയെല്ലാം വിളിച്ചുകൊണ്ട് ബൈഡൻ അങ്ങ് പോയി. അരക്ഷിതാവസ്ഥയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വഴുതി വീണു. അവിടെ പെൺകുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഈ താലിബാൻ വന്നത്. ഈ പ്രാകൃതന്മാരെല്ലാം കൂടെ വീണ്ടും ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ല. അത് അവരുടെ ഒരു ഇൻറ്റേർണൽ അഫെയറാണ്, നമ്മുടെ പ്രശ്നമല്ലത്. അവിടെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോഴേ പാകിസ്ഥാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആശ്വസിച്ചു, കുഴപ്പമില്ല, താലിബാനാണല്ലോ വന്നിരിക്കുന്നത്. താലിബാൻ ഇപ്പോൾ അവരുടെ തലവേദന. അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും കൂടെ, പാകിസ്ഥാൻ്റെ പ്രദേശവും കൂടെ അഫ്ഗാനിസ്ഥാനോട് ചേർക്കാനാണ് താലിബാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണകൂടവും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം. അപ്പോൾ അവിടെയുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, പാകിസ്ഥാൻ അതർവൈസ് തന്നെ ബുദ്ധിമുട്ടാണ്. ഒന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അവരെ പാകിസ്ഥാനെതിരായിട്ട് അവിടെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു സഹായം അവർക്ക് അവിടെ കിട്ടുന്നില്ല. ബലൂചിസ്ഥാനിൽ അവിടെ ഒരു ലിബറേഷൻ ആർമി തന്നെ ഉണ്ടായിട്ടുണ്ട്. ബലൂചിസ്ഥാൻ സ്വയംഭരണ പ്രദേശമായി മാറണം എന്നാവശ്യപ്പെടുന്ന എത്രയോ കാലമായിട്ട് ബലൂചിസ്ഥാനിലെ ആളുകൾ അവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ മിനറൽസിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ധാതുക്കളുടെ സമ്പന്നമായ സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അതൊരു സ്വതന്ത്ര രാജ്യമായാൽ അത് വിറ്റ് തന്നെ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അപ്പം ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഭരണത്തിനെതിരായി, പാകിസ്ഥാനികളുടെ ഭരണത്തിനെതിരെ അവർ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ പഞ്ചാബിൽ നിന്ന് വന്ന പട്ടാള ഓഫീസർമാരുണ്ട്, സിന്ധിൽ നിന്ന് വന്ന പട്ടാള ഓഫീസർമാരുണ്ട്. ഇവർ തമ്മിലുള്ള അതിശക്തമായ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. അങ്ങനെ പാകിസ്ഥാന് എന്തായാലും ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുകയാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മളൊരു രമ്യതയിലെത്തിയത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളൊരു നിലയിലാണ്. അപ്പം നമുക്ക് ഇപ്പോഴേ താലിബാൻ്റെ സഹായം, അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. അതിൻ്റെ കാരണം കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. താലിബാനുമായിട്ട് ഇന്ത്യ നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ട്രംപിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇന്ത്യ സഹായിച്ചാൽ അത്യാവശ്യം അഫ്ഗാനിസ്ഥാന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു തന്ത്രപൂർവമായ സമീപനവും അതിൻ്റെ പിന്നിലുണ്ടാകും. കാരണം അങ്ങനെയാണല്ലോ അന്തർദേശീയ ബന്ധങ്ങളൊക്കെ പോകുന്നത്. ട്രംപും നരേന്ദ്രമോദിയുമായിട്ട് നല്ല വ്യക്തിബന്ധമാണ്. ഈ വ്യക്തിബന്ധത്തിന് രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അവർ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, ഭരണാധികാരികളാണ്. അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യം അവർ സംരക്ഷിക്കുകയും ചെയ്യും. അതിനകത്ത് അവർ വിട്ടുവീഴ്ചയും ചെയ്തില്ല. എങ്കിലൊക്കെ പോലും ട്രംപിൻ്റെയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വല്ലാത്തൊരു വ്യക്തിബന്ധമുണ്ട്. അങ്ങനെ വ്യക്തിബന്ധം ബൈഡനുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ താലിബാൻ്റെ ഒരു ഭരണകൂടത്തുമായിട്ട്, അഫ്ഗാനിസ്ഥാൻ ഭരണകൂടവുമായിട്ട് ഇന്ത്യ ഒരു സമരസപ്പെട്ടു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദേശ നയത്തിന് വളരെ അനുഗുണമാണെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കാനും ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം സഹായിക്കും. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, അഫ്ഗാനിസ്ഥാന് വേറൊരു പ്രാധാന്യമുണ്ട്. മോദി അധികാരത്തിൽ വന്നത് 2014 14 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, മോദി ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്നായിരുന്നു അദ്ദേഹത്തിനെ ബ്രാൻഡ് ചെയ്തിരുന്നത്. ഗർഭിണികളായ മുസ്ലിം സ്ത്രീയെ കൊല്ലുന്ന ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വൃത്തികെട്ട പ്രചരണങ്ങളൊക്കെ നടന്നു. അപ്പോൾ അവരുടെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല, മുസ്ലിങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമീപനം അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് 2015 ഒരു ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25 അദ്ദേഹം
കാബൂൾ സന്ദർശിച്ചിട്ട് കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനം നേരെ പോയി ഇറങ്ങിയത് പാകിസ്ഥാനിലേക്കാണ്. ആദ്യ തവണ പ്രധാനമന്ത്രി. ആദ്യ തവണ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നില്ല. പെട്ടെന്നാണ് അറിയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നു. അല്ല, ഇന്ത്യയിലും നടുങ്ങിപ്പോയി. അന്താരാഷ്ട്ര ലോകത്തെ ഇതൊരു ആദ്യത്തെ വിസിറ്റാണ്. വളരെ റെയറായിട്ടൊരു വിസിറ്റാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മറ്റ് രാജ്യത്തിൻ്റെ പെർമിഷൻ വാങ്ങിക്കാതെ, അവരെ അറിയിക്കാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് അറിയിക്കാതെ, നേരത്തെ അറിയിക്കാതെ പെട്ടെന്ന് അറിയിച്ചു. കാബൂളിൽ നിന്ന് വിമാനം പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കയറണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണമല്ലോ. അപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പാണ് നവാസ് ഷെരീഫിനോട് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരികയാണ്, അങ്ങയെ കാണാൻ. വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ വന്നിറങ്ങി നേരെ നവാസ് ഷെരീഫിനെ കാണാൻ ചെന്നു. ഈ നവാസ് ഷെരീഫിനെ അന്ന് ഈ ഡിസംബർ 25 കാണുന്നതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു നവാസ് ഷെരീഫിൻ്റെ. രണ്ട്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ഇന്ത്യൻ വസ്ത്രം, ഒരു അമ്മ ധരിക്കുന്ന ഒരു വസ്ത്രം കൊടുത്തു. നവാസ് ഷെരീഫിനെ ആലിംഗനം ചെയ്തു. നമ്മൾ ഒന്നിച്ചു പോകണം, നമ്മൾ സഹോദരന്മാരാണ്. ഇന്നലെ വരെ നമ്മൾ സഹോദരന്മാരായ 47 മുമ്പ് നമ്മൾ ഒരേ സഹോദരന്മാർ, ഒരേ വീട്ടിൽ ജനിച്ച് വളർന്നവരല്ലേ. നമ്മൾ തമ്മിലൊരു യുദ്ധത്തിൽ വാജ്പേയിയുടെ ഭരണകാലത്ത് ഒരു ശ്രമം നടത്തി. അത് 2004-ലാണ്. വാജ്പേയിക്ക് ശേഷം 10 കൊല്ലം കഴിഞ്ഞു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ സന്ദർശനം. അതായത് വാജ്പേയി പോയതാണ്, ലാഹോർ ബസ് ഒക്കെ അത് പോയതാണ്. അപ്പോൾ അത് പരാജയപ്പെട്ടു പോയി. അതിൻ്റെ പരാജയത്തിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി നേരെ നവാസ് ഷെരീഫിനെ ചെന്നതും അദ്ദേഹത്തെ കണ്ടതും വളരെ സൗമനസ്യത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയതും. രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കാൻ ഒന്നിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും യുദ്ധവുമായിട്ട് പോയാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമെന്നൊക്കെ അദ്ദേഹം നവാസ് ഷെരീഫിനോട് സ്വാഭാവികമായിട്ട് പറഞ്ഞു കാണുമല്ലോ. നവാസ് ഷെരീഫ് എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പരേഡിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം അതിഥിയായിട്ട് വന്നതും നവാസ് ഷെരീഫാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇദ്ദേഹം കാണിച്ച, നരേന്ദ്രമോദി കാണിച്ച ഒരു സൗമനസ്യം പാകിസ്ഥാന് മനസ്സിലായില്ല. പാകിസ്ഥാൻ പട്ടാളം ധരിച്ചിരുന്നത് മോദി മണിയടിക്കാൻ വന്നതാണ്. പട്ടാളത്തിൻ്റെ ഈ ഇട്ടുപ്പൊക്കെ കണ്ട് പട്ടാളത്തിൻ്റെ അസാധാരണമായ കഴിവുകൾ കണ്ട് ഭയന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതെന്നാണ് ഇവർ ധരിച്ചിരുന്നത്. അപ്പോൾ ഇവർ പുൽവാമയിൽ തൊട്ടടുത്ത് ആക്രമണം നടന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. ആ പ്രതികരണം വന്നപ്പോൾ പിന്നെ നരേന്ദ്രമോദി ഒരു കോംപ്രമൈസിന് പോയില്ല. നരേന്ദ്രമോദിയുടെ പ്രത്യേകത, അദ്ദേഹം ചെയ്യാവുന്ന വിട്ടുവീഴ്ചയുടെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യും. അത് തൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ആ വിട്ടുവീഴ്ചയുടെ സൗമനസ്യം മനസ്സിലാക്കാതെ വീണ്ടും ഇന്ത്യയെ ഉപദ്രവിക്കാനായിട്ട് വരികയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചോദ്യമൊന്നുമില്ല. പ്രഹരമെന്ന് പറഞ്ഞാൽ എണ്ണിക്കാത്ത പ്രഹരമാണ് കൊടുക്കുന്നത്. പിന്നെന്താണ് സംഭവിച്ചത്? ഇന്ത്യയെ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബാലൈക്കോട്ടിൽ ആക്രമണം നടത്തിയില്ലേ? അവിടെ പാകിസ്ഥാന് ഉള്ളിൽ ചെന്ന് 500 കിലോമീറ്റർ ഉള്ളിൽ ചെന്നാണ് ഇന്ത്യൻ ബോംബർ വിമാനങ്ങൾ ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞത്. പാകിസ്ഥാൻ ഞെട്ടിച്ചു കളഞ്ഞു. ലോകം ഞെട്ടിയില്ലേ? പാകിസ്ഥാൻ വലിയ സൈനിക ശക്തിയിൽ ഇരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന രാജ്യത്തിൻ്റെ അകത്ത് കയറി നമ്മൾ ബോംബ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ബർമയിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഈ മാവോയിസ്റ്റുകൾ ബർമീസ് കാടുകളിലൂടെ വന്ന് നമ്മുടെ രാജ്യത്ത് ചില ശല്യം ഉണ്ടാക്കിയപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇവർ ബർമയിലെ വനങ്ങളിലേക്ക് അങ്ങ് പോകും. ബർമ എന്ന് പറഞ്ഞാൽ അടുത്ത രാജ്യമല്ലേ, അവിടെ ചെല്ലാനൊക്കത്തില്ലല്ലോ. ബർമീസ് വനത്തിൽ പോയി ഒളിച്ചവരെ ആ വനത്തിൽ ചെന്ന് നമ്മൾ തകർത്ത് കളഞ്ഞു. ആ വനത്തിൽ പോയി തകർത്ത് കളഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞപ്പോഴാണ് ബർമീസ് ഗവൺമെൻറ് അറിഞ്ഞത് ബർമയുടെ അതിർത്തിയൊക്കെ കടന്ന് വനത്തിൽ കയറി യുവമാരെയൊക്കെ കൊന്നു കളഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് ഇതറിഞ്ഞപ്പോഴേ പാകിസ്ഥാൻ്റെ ജനറൽ പറഞ്ഞു അത് ബർമയിലായതുകൊണ്ട് നടക്കും, പാകിസ്ഥാനിൽ ആണെങ്കിൽ അന്നേരം വിവരം അറിയുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ബാലൈക്കോട്ടിൽ ആക്രമണം നടന്നത്. അപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി കോംപ്രമൈസിൻ്റെ പ്രശ്നമൊന്നുമില്ല. നരേന്ദ്രമോദിയെ ചൊറിയാൻ ചെന്നാൽ നരേന്ദ്രമോദി എന്നല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ദുർബലമാക്കാൻ, ഭാരതത്തെ ഉപദ്രവിക്കാനായിട്ട് ചെന്നാൽ പിന്നെ പ്രഹരം വെക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അത്ര ശക്തമായ രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിച്ചു. പിന്നെ പാകിസ്ഥാൻ അനങ്ങിയിട്ടില്ല. ഇതേ സൗമനസ്യം തന്നെയാണ് അദ്ദേഹം ഷീ ജിൻപിങ്ങിൻ്റെ കാര്യത്തിലും കാണിച്ചിട്ടുള്ളത്. ഷീ ജിൻപിങ്ങിനെ അദ്ദേഹം 2 പ്രാവശ്യം വിളിച്ചു. ഒരു പ്രാവശ്യം മഹാബലിപുരത്ത് വിളിച്ച് വരുത്തി അദ്ദേഹത്തിന് വലിയ രാജോചിതമായ സ്വീകരണം കൊടുത്തു. അതിനുശേഷം അതിനു മുമ്പ് ഗുജറാത്തിൽ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുത്തു. അപ്പോൾ ഷീ ജിൻപിങ്ങും വിചാരിച്ചത് പണ്ട് മാവോസേത്തുങ് അല്ല, ചൗവൻലായി ഇന്ത്യ വന്നപ്പോൾ നെഹ്റു വലിയ സ്വീകരണവും കൊടുത്തു. ഇന്ത്യ ചൈന ബായ് എന്നൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പതാകയൊക്കെ വീശി വലിയ സൗമനസ്യമൊക്കെ കാണിച്ചു. 59 നേരെ തിരിച്ചെന്ന് 62 ഇന്ത്യ ആക്രമിക്കുക ചെയ്തത്. അപ്പോൾ ചൈനക്കാരൻ്റെ മനസ്സിൽ എന്നും ഒരു പക നമ്മളോടുണ്ട്. ഷീ ജിൻപിങ് ഈ സ്വീകരണമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഡോക്ലാമിലേക്കും പോയി, അവിടെ ചെന്ന് നടക്കാതായപ്പോൾ പാങ്കോങ്ങിലും പോയി. അവസാനം ഷീ ജിൻപിങ്ങിന് മനസ്സിലായി ഇത് കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, കോൺഗ്രസ് പ്രധാനമന്ത്രിയല്ല, മൻമോഹൻ സിംഗ് അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, അവരൊന്നുമല്ല ഭരിക്കുന്നത്, നല്ല ധീരനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഷീ ജിൻപിങ്ങും നമ്മുടെ സമവായത്തിന് വന്നു. അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നമ്മുടെ ഒരു ശത്രു അല്ല.
ചൈന നമ്മളുമായിട്ട് ഏറ്റുമുട്ടലിന് തയ്യാറല്ല. അപ്പോൾ അവർ നമ്മളുമായിട്ട് സമവായത്തിന് തയ്യാറാണ്. ഇപ്പോഴേ താലിബാനുമായിട്ട് നമ്മളൊരു ധാരണയിലെത്തിയാൽ താലിബാൻ പാകിസ്ഥാന് ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന വളരെ തന്ത്രപൂർവമായ നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിദേശ നയം ഇന്ത്യ ഇതുവരെ കണ്ടിട്ടുള്ള വിദേശ നയമല്ല, വളരെ പ്രായോഗികമായ വിദേശ നയമാണ്. ഈ നിലപാട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയങ്ങൾക്ക് തുടക്കം കുറിക്കും. രാജ്യത്ത് സുസ്ഥിരതയും സമാധാനവും ഒക്കെ സ്ഥാപിക്കാനും എല്ലാ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഇന്ത്യക്ക് വികസന രംഗത്തേക്ക് ശ്രദ്ധിക്കുവാനും കൂടുതൽ അവസരം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടവുമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായിട്ട് നമ്മളൊരു യോജിപ്പിലെത്തുന്നത് വളരെ തന്ത്രപരമായ നീക്കമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.